ഫൈൻഡ് യുവർ വൈ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടോപ്പിക് തന്നെ വിഷൻ ബോർഡ് ഇല്ല, അവിടെ ഇരുത്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എനിക്കറിയില്ല, നമ്മള് സാമ്പിൾ ഒന്നും ഉണ്ടാക്കി എന്റെ മൈൻഡിലുള്ള എഴുതി വെക്കായത്. അങ്ങനെ ഞാൻ എഴുതിയ ഒരു അടുത്ത 6 മാസത്തിനുള്ളിൽ എഴുതിയ 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഓപ്പൺ മൈക്ക് ഇവന്റ് കണ്ടക്ട് ചെയ്യുക, ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാം, ട്രെയിനിങ്ങിനൊക്കെ ഇറങ്ങില്ല, ട്രെയിനേഴ്സ് ട്രെയിനിങ് ഒക്കെ ഇതാക്കുക, പിന്നെ ഒരു ഐഫോൺ വാങ്ങുക. ചിലപ്പം ഓപ്പൺ മൈക്കിന്റെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്ത് ഐഫോണ് ഒന്ന് എടുത്ത് ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് കൂടി എന്നുള്ളൂ. പക്ഷെ അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് വരും, ഓട്ടോമാറ്റിക്കലി ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് ഇറങ്ങാണെങ്കിലും ഇറങ്ങുമ്പോൾ ക്ലിയർ ആയിട്ട് വന്നോളൂ, ക്ലാരിറ്റി കിട്ടിക്കോളും. അപ്പൊ തുടങ്ങിയ പിന്നെ ഒരു വിഷൻ ബോർഡ് പറ്റുകയാണെങ്കിൽ വിഷൻ ബോർഡ് സെറ്റാക്കാം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കുറെ കൺമുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മറ്റേ ഗോൾഡൻ വാതിൽ എന്ന് പറഞ്ഞ സാധനം കൺമുന്നിലുണ്ട്, താക്കോലില്ല, താക്കോല് തെരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഇൻട്രാപ്രണർഷിപ്പ് ആണെങ്കിലും എന്ത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കിട്ടി. ആ താക്കോൽ എനിക്ക് ഇന്ന് ഇവിടുന്ന് കിട്ടിയെന്ന് പറയുന്നത് വെറുതെ ഇതില് പറയല്ല, ഉള്ളെന്ന് പറയുന്നതാണ്. അപ്പം മൂപ്പരെ ക്ലാസ് അടിപൊളിയായി. പിന്നെ ഇത് ഒരുക്കി തന്ന അഫ്സൽ സാറും മാജിദ് യൂണീക്നെസ് എന്ന് പറഞ്ഞ സാധനം, അതും മാജിദ് യൂണീക്നെസ് എന്ന് പറഞ്ഞ സാധനം, അതും നമ്മളെ നിങ്ങളൊരു വിഷയനും നമ്മളൊരു സംഭവം കൂടെ അലൈൻ ചെയ്ത് പോകുന്ന മാതിരി ഒരു ആ ഒരു ലെവലിലാണ് എനിക്കിപ്പോ പോകുന്നത്. കറക്റ്റ് ഇപ്പം ഏതൊരു രീതിയിലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്താ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ട് നിൽക്കും. നമുക്ക് വേണ്ടതാണ് നമ്മൾ പോലെ അറിയാണ്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്ത്. എന്തായാലും നന്ദി ഹൃദയത്തിൽ.